ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി ഗൗരിമോള് പഠിക്കുന്ന സ്കൂളിലേക്ക് എത്തുന്നു. മക്കളെ അയച്ചതിന് ശേഷം സച്ചി ഗൗരിമോളുടെ വരവിനെ കാത്തിരുന്നു. അപ്പോഴേക്കും സച്ചിയുടെ മകൾ പഠിക്കുന്ന ഗൗരിമോള് പഠിക്കുന്ന അതേ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികൾ അതിലേ വരുന്നത് കണ്ട് ഉടൻ സച്ചി അവരെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗരി വന്നിട്ടുണ്ടോ? ഗൗരി വന്നിട്ടുണ്ടെന്നാ തോന്നുന്നെങ്കിൽ എന്ന് അവർ മറുപടി നൽകിയപ്പോൾ ഗൗരിമോളോട് ഒന്ന് വരാൻ പറയുവോ, സച്ചിയെങ്കിലൂടെ കാത്തുനിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് അറിയിച്ചു. അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് അവർ പോകുമ്പോഴാണ് അവിടെ നിന്ന് ചിപ്പിമോള് ഈ കാഴ്ച കണ്ടത്. ഹായ് സച്ചിയങ്കിൾ എന്ന് പറഞ്ഞ് സച്ചിക്കരികിലേക്ക് ഓടിയെത്താൻ തുടങ്ങുമ്പോഴേക്കും സച്ചിയങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരിമോള് അരികിലേക്ക് വരുന്നത് ദൂരെ നിന്ന് ചിപ്പിമോള് കണ്ടു. ഉടൻ തന്നെ എന്താണ് സച്ചിയങ്ങളും ഗൗരിമോളും തമ്മിൽ സംസാരിക്കുന്നതെന്ന് പോലും നോക്കാൻ നിൽക്കാതെ തന്നെക്കാളേറെ ഇപ്പോൾ സച്ചിയങ്ങള് ഗൗരിയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നതിന്റെ ദേഷ്യവും അസൂയയും ഒക്കെ കാരണം ചിപ്പിമോള് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം സച്ചിയോട് ഗൗരിമോള് വന്ന് ചോദിച്ചു, എന്താ സച്ചിയങ്ങൾ, എന്തിനാ എന്നെ വിളിച്ചത്? ഉടനെ സച്ചി പറഞ്ഞു, മോളെ കാണാൻ വേണ്ടി തന്നെയാ അങ്ങള് വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് വേഗം കാറിനുള്ളിൽ ഇരിക്കുന്ന ഒരു ബോക്സ് കയ്യിലേക്ക് എടുത്തിട്ട് അത് തുറന്ന് കാണിച്ചു. അതിലിരിക്കുന്ന ആ ഉടുപ്പ് കണ്ട് വലിയ സന്തോഷത്തോടെ ഗൗരിമോള് ചോദിച്ചു, ഇത് എനിക്കാണോ അങ്കിൾ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, ഇത് മോൾക്ക് തന്നെയാ. ഉടനെ ഗൗരി പറഞ്ഞു, അയ്യോ അങ്കിൾ, എന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് മറ്റാരുടെയും കയ്യിൽ നിന്ന് ഒരു സാധനവും വാങ്ങിക്കരുതെന്നാണ് എന്ന് ഗൗരിമോള് സങ്കടത്തോടെ പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അത് സാരയില്ല, മറ്റാരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കരുതെന്ന് പറഞ്ഞ ശരി തന്നെയാണ്, അതും നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന്. ഇത് സച്ചിയങ്ങളുടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും പറയില്ല എന്ന് അത് മോള് അതോർത്ത് വിഷമിക്കുകയും വേണ്ടെന്ന് സച്ചി ഗൗരിമോളോട് പറഞ്ഞു. വേഗം തന്നെ നമുക്കേ ഇതൊന്ന് നോക്കാം, മോൾക്ക് പാകാണോന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബോക്സിലിരുന്ന ഉടുപ്പെടുത്ത് ഗൗരിമോളുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സച്ചി നോക്കി. മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഉടുപ്പ് എന്ന് ചോദിച്ചതും ഒത്തിരി ഇഷ്ടമായെങ്കിൽ എന്ന് ഗൗരിമോള് മറുപടി നൽകി. എന്നാൽ ഇത് മോള് ബാഗിലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ കൂട്ടമണി അടിക്കുന്ന ശബ്ദം കേട്ടു. അയ്യോ, ബെല്ലടിച്ചു അങ്കിൾ എന്ന് ഗൗരിമോള് സങ്കടത്തോടെ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഇതേ അങ്കിള് ബാഗിൽ വെച്ച് തരാമെന്ന് പറഞ്ഞ് വേഗം ബാഗിനുള്ളിലേക്ക് ആ ഉടുപ്പ് ബോക്സിലാക്കി ബാഗിനുള്ളിലേക്ക് അതിരായി തന്നെ സച്ചി വെച്ചു കൊടുത്തു. ബായ് അങ്കിൾ എന്ന് പറഞ്ഞ് ഗൗരിമോൾ അവിടെ നിന്ന് പോകുന്നത് സച്ചി നോക്കി നിന്നു. അങ്ങനെ തന്റെ മകൾക്ക് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ ചാരിതാർത്ഥ്യത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു സച്ചി. അതിനുശേഷം ഗോകുൽ ആകെ നിരാശനായിരിക്കുന്നത് കണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങി വന്ന രാജീവ്, എന്തു പറ്റിയളിയാ, ഇന്ന് കോടതി പോകുന്നില്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഗൂഗിൾ ഞെട്ടലോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നില്ല, ഇന്നത്തെ കേസ് ഞാൻ ജൂനിയേഴ്സിനെ ഏർപ്പാട് ചെയ്തു. ഇന്ന് കോടതിയിൽ പോകാൻ എൻ്റെ മനസ്സ് അത്രയ്ക്ക് സുഖമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ പോയാൽ എനിക്ക് ശരിയായിട്ട് അവിടെ വാദങ്ങൾ നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ഗോകുൽ പറഞ്ഞത് കേട്ട് രാജീവ് പറഞ്ഞു, എന്തിനാ അളിയ വെറുതെ ഇങ്ങനെ ആശങ്കപ്പെട്ട് സ്വന്തം ജീവിതം തകർത്ത് കളയുന്നത്? എന്തിനാ അളിയൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, എനിക്ക് സമൃദ്ധയുടെ കാര്യത്തിലാണ് ആശങ്ക. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, എന്തിനാ അളിയൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അങ്ങനെയൊന്നും സമൃദ്ധ അളിയന്റെ ജീവിതത്തിൽ നിന്ന് പോവില്ലെന്നേ, ഇത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജീവിനോട് ഗൂഗിൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല, എനിക്ക് എൻ്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാണ് ആശങ്ക. ഇത്രയും നാളും സ്വന്തം അമ്മയാണെന്ന് കരുതി ഇത്രമേൽ സ്നേഹിച്ച എൻ്റെ ഗൗരിമോൾക്ക് അത് തന്റെ അമ്മയല്ല എന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സമൃദ്ധ പോകുകയാണെങ്കിൽ, സച്ചിക്കരികിലേക്ക് മടങ്ങുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ് എൻ്റെ ആശങ്ക. അങ്ങനെ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, എൻ്റെ മോൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ട്രോമ, അതെനിക്ക് വയ്യ. എനിക്ക് വേറെ ആരുമില്ലേ ലോകത്ത്, മറ്റെന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എന്ന് ഗോകുൽ നിരാശപ്പെടുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന രാജീവ് ഗോകുലിനെ സമാധാനപ്പെടുത്തി, എൻ്റെ അളിയൻ ഇങ്ങനെ സങ്കടപ്പെടരുതേ, ഞാൻ മുൻപ് ഒരു മോശം ക്യാരക്ടറായിരുന്നു, എൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. സത്യത്തിൽ ഞാൻ ശിശിരെ വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ നല്ലൊരു കുടുംബം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അമ്മ, ഗോകുൽ, സമൃദ്ധ, കുഞ്ഞ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, എൻ്റെ അളിയന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ അളിയൻ്റെ ജീവിതം തകരാതിരിക്കാൻ ഞാൻ എന്തിനും തയ്യാറാണ്. അതുകൊണ്ട് ഒന്നും ഓർത്ത് എൻ്റെ അളിയൻ വിഷമിക്കേണ്ട, അളിയൻ്റെ ഒപ്പം ഞാനുണ്ട്. അളിയൻ്റെ ജീവിതം തകരാതെ അളിയൻ്റെയും ഗൗരിമോളുടെ ഒപ്പം ഇന്ന് സമൃദ്ധി ഉണ്ടാകും, അതോർത്ത് അളിയൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് രാജീവ് ഗോകുലിനെ സമാധാനപ്പെടുത്തിയിട്ട്
അവിടെ നിന്ന് രാജീവ് പോകുമ്പോൾ ഗോകുലിന്റെ മനസ്സ് വീണ്ടും ആകെ അസ്വസ്ഥമായി. അന്ന് രാത്രിയിൽ ശശി തന്റെ സങ്കടങ്ങൾ ബിജുക്കുട്ടനോട് പങ്കുവെക്കുകയാണ്. അന്ന് തന്റെ മോൾക്ക് താൻ വാങ്ങിച്ചു കൊടുത്ത ആ പുതുവസ്ത്രത്തെക്കുറിച്ചും അത് മോൾക്ക് കൊടുത്തപ്പോൾ അവളുടെ സന്തോഷം ഞാൻ കണ്ടു. എൻ്റെ മോളുടെ നാവിൽ നിന്ന് അച്ഛ എന്നൊരു വിളി കേൾക്കാൻ എനിക്കിനി എന്നാ യോഗം ഉണ്ടാവുക, അങ്ങനെ ഒരു വിളി ഉണ്ടാവുമോ എന്നൊക്കെ ശശി വേദനയോടെ ബിജുക്കുട്ടനോട് തന്റെ സങ്കടങ്ങൾ പറയുകയാണ്. സത്യത്തിൽ അവൾ അങ്ങനെ ഒന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായെന്നും, എന്നെ അന്ന് ആ കടലിൽ നിന്ന് എന്തിനാണ് ആ മത്സ്യത്തൊഴിലാളികൾ എന്നെ രക്ഷപ്പെടുത്തിയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എന്നെ അവർക്ക് ആ കടലിൽ അങ്ങ് ഉപേക്ഷിക്കാമായിരുന്നല്ലോ. മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സങ്കടമൊന്നും ഈ കണ്ണീരൊന്നും ഇതുപോലെ പൊഴിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ശശി വേദനയോടെ പറയുമ്പോൾ ഇത് കേട്ട് നിന്ന ബിജുക്കുട്ടൻ പറഞ്ഞു, എടാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നിന്റെ ജീവൻ രക്ഷിച്ച് അവരെ നീ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശശി പറഞ്ഞു, എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവൻ, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ശശി അറിയിച്ചപ്പോൾ അത് കേട്ട ബിജുക്കുട്ടൻ പറഞ്ഞു, എടാ അന്ന് നിന്നെ അവർ രക്ഷിച്ചതിന് കാരണം നിനക്കറിയാവല്ലോ. പിന്നെ അർച്ചനയും കുഞ്ഞിനെയും അവരെവിടെയാണെന്ന് പോലും അറിയാതെയല്ലേ നീ ഇത്രയും നാൾ ജീവിച്ചത്. ഇപ്പോ അവരെവിടെയാണെന്നുള്ള സത്യം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവരിപ്പോ എവിടെയുണ്ടെന്നും എന്ത് ചെയ്യുന്നുവെന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മാത്രമല്ലേ ഇനി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അർച്ചനയുടെ ഓർമ്മ തിരിച്ചു കിട്ടാതെ നീ എന്ത് ചെയ്താലും അത് നിനക്ക് ദോഷമായിട്ടല്ലേ വരൂ എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എല്ലാത്തിനും അവസാനം ഉണ്ടാവും. ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോ, പക്ഷേ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിറക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വരാൻ എൻ്റെ അർച്ചന തയ്യാറല്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്ന് വേദനയോടെ സച്ചി ചോദിച്ചു. എടാ എൻ്റെ ഒരു അവസ്ഥ നിനക്കറിയില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞും ഇന്ന് മറ്റൊരാളുടെ ഭാര്യയും മകളുമായി ജീവിക്കുന്ന ആ കാഴ്ച കാണേണ്ടി നിൽക്കുന്ന ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്കുണ്ടാകുന്ന വേദന, എൻ്റെ നഷ്ടം, എൻ്റെ സങ്കടം അത് നിനക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല എന്ന് സങ്കടത്തോടെ സച്ചി പറയുന്നു. ഇതെല്ലാം കേട്ട് നിന്ന ബിജുക്കുട്ടൻ പറഞ്ഞു, എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സങ്കടവും വേദനയൊക്കെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞപ്പോ, നമ്മളൊക്കെ എന്തിനാടാ ഈശ്വരനെ വിളിക്കുന്നത്? അങ്ങനെയൊന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുവോ? ഇങ്ങനെ എനിക്ക് കണ്ണുനീര് തരുവോ? എൻ്റെ അർച്ചനയെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോടൊപ്പം ഒന്ന് ജീവിക്കാൻ, അവരോടൊപ്പം ഒന്ന് സന്തോഷത്തോടു കൂടി കഴിയാൻ ഭഗവാൻ എനിക്ക് അതിനുള്ള അവസരമോ ഭാഗ്യമോ തരുന്നില്ലല്ലോ. ഈശ്വരന്മാരൊന്നും ഇല്ലെന്നേ, അവരെ ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാ എന്ന് പറഞ്ഞ് സച്ചി വേദനയോടെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം പിന്നീട് സച്ചിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ട് സ്നേഹ അരികിലേക്ക് വന്നു. ഏട്ടാ എഴുന്നേറ്റ് വന്നേ, നമുക്ക് അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചിട്ടും സച്ചി എഴുന്നേൽക്കാതെ പൊതിച്ചുമൂടി കിടക്കുന്നത് കണ്ട് സ്നേഹ ചോദിച്ചു, ഏട്ടന് എന്ത് പറ്റി? എന്താ ഇങ്ങനെ പതിവില്ലാതെ പൊതിച്ചുമൂടി കിടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് സച്ചിയുടെ നെറ്റിയിൽ വന്ന് തൊട്ടു നോക്കുമ്പോൾ, അയ്യോ പൊള്ളുന്ന പനിയാണല്ലോ ഏട്ടാ, ഏട്ടൻ എന്നിട്ടെന്നാ മിണ്ടാതിരുന്നത് എന്ന് സ്നേഹ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സച്ചി സ്നേഹയെ പറഞ്ഞയക്കാൻ നോക്കുമ്പോഴേക്കും സ്നേഹ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, അമ്മേ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു. ഉടനെ സച്ചി ദേഷ്യപ്പെട്ടു, നീ എന്തിനാ വെറുതെ അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓടി വന്ന കമലമ്മ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കാനായി കമലമ്മയോട് സ്നേഹ അറിയിച്ചു. കമലമ്മ നെറ്റിയിൽ തൊട്ടതും, അയ്യോ ഇത് പൊള്ളുന്ന പനിയാണല്ലോ, മോനെ നീ എണീറ്റ് നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാം, നീ വേഗം ബിജുകുട്ടനെ വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, വേണ്ടമ്മേ, ആരെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, അമ്മ എനിക്കൊരു ചുക്കുകാപ്പി ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, എന്നാ ഞാനിപ്പോ ചുക്കുകാപ്പി ഇട്ടിട്ട് വരാം അമ്മേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം ചുക്കുകാപ്പി ഇടാനായിട്ട് സ്നേഹ പോകുന്നു. പിറ്റേന്ന് രാവിലെ വൃന്ദാവനത്തെ മുറ്റത്ത് ഒരു ഓട്ടോ വന്നിറങ്ങുകയാണ്. ഓട്ടോയിൽ നിന്ന് അർച്ചന ആയിഷയുടെ വേഷത്തിൽ അവിടേക്ക് വന്നിറങ്ങി. കയ്യിൽ ചെറിയ ഗിഫ്റ്റ് ബോക്സും ഒക്കെ ആയിട്ട് സമ്മാനവുമായിട്ട് അവിടേക്ക് വന്നിറങ്ങിയ ആയിഷ മുറ്റത്ത് കിടക്കുന്ന ഒരു കാറ് കണ്ടു. ആകെ സംശയത്തോടെ ആയിഷ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും ഓട്ടോ വന്ന ശബ്ദം കേട്ട് വാതുക്കലേക്ക് കമലമ്മയും എത്തിക്കഴിഞ്ഞിരുന്നു. ആയിഷയെ കണ്ടതും ആയിഷ മോളായിരുന്നോ, കയറി വാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ആയിഷയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് കമലമ്മ. അകത്തേക്ക് കയറുന്നതിനിടയിൽ ആകെ സംശയത്തോടെ അർച്ചന ചോദിച്ചു, അല്ലമ്മേ ഇവിടെ ആരെങ്കിലും വിരുന്നുകാരുണ്ടോ എന്ന് ചോദിച്ചപ്പം, വിരുന്നുകാരോ? ആരുമില്ല, ഇവിടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ എന്ന് കമലമ്മ മറുപടി നൽകിയപ്പോ സംശയത്തോടെ അർച്ചന ചോദിച്ചു, അല്ലമ്മേ മുറ്റത്തൊരു വണ്ടി കിടക്കുന്ന കണ്ടു, അതാ എന്ന് പറഞ്ഞു. ഓ അതോ, അത് ഇവിടെ ആരതി മോള് വന്നതാ. സച്ചിക്ക് പനി, ഇന്നലെ വൈകിട്ട് മുതൽ പനി തുടങ്ങി. സച്ചിയുടെ പനിയുടെ വിവരം അറിഞ്ഞിട്ട് മോൾ ഓടി വന്നതാ, മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അർച്ചനയ്ക്ക് വല്ലാത്ത ടെൻഷനായി. വന്നിരിക്കുന്ന ആരതിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തന്റെ സച്ചിയേട്ടനെ തന്നിൽ നിന്ന് എന്നേക്കുമായി തട്ടിയെടുക്കുമോ എന്നൊരു ആശങ്ക ആ നിമിഷം അർച്ചനയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അർച്ചന അതോർത്ത് വല്ലാതെ ഭയത്തോടെ അകത്തേക്ക് കയറി.
സച്ചി എന്നിട്ട് സച്ചി എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അകത്തുണ്ട്, അവിടെ ആരതിമോളും ഉണ്ട് എന്ന് പറഞ്ഞു. സച്ചിയെ കാണുവാനായി വേഗം അർച്ചന സച്ചിയുടെ റൂമിനരികിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ആരതി സച്ചിയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സച്ചിക്ക് വേണ്ട വെള്ളം എടുത്തു കൊടുക്കുകയും സച്ചിയുടെ മുഖത്ത് തൂത്ത് കൊടുത്തുകൊണ്ട് സച്ചിക്ക് കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത് സച്ചിക്ക് ചുമയൊക്കെ ഉണ്ടാകുമ്പം നെഞ്ച് തിരുമ്മി കൊടുത്തുമൊക്കെ അടുത്തങ്ങനെ നിന്ന് ഒരു വളരെ ഭംഗിയായി തന്നെ കെയർ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആരതി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആകെ ടെൻഷനോടെ അർച്ചന വാതിക്കലേക്ക് എത്തിയത്. വാതിക്കൽ നിന്ന് ഒന്ന് ഒളിഞ്ഞു നോക്കിയ അർച്ചനയെ അപ്രതീക്ഷിതമായി ആരതി കാണാനിടയായി. ആരതി പറഞ്ഞു, അതെന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് ആയിഷയെ അകത്തേക്ക് ക്ഷണിച്ചു. അർച്ചന അകത്തേക്ക് കയറിയതും സച്ചി വേഗം പതി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ആരതി പറഞ്ഞു, സച്ചി എണീക്കണ്ട, അവിടെ കിടന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് സച്ചിയെ നിർബന്ധപൂർവ്വം അവിടെ കിടത്തി. എന്നിട്ട് ആയിഷയോട് ആരതി വിവരങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ സച്ചിക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്നും ജന്മം ചെയ്ത ഹോസ്പിറ്റലിൽ പോവില്ലല്ലോ എന്ന് പറഞ്ഞു. അർച്ചന ചോദിച്ചു, എന്താ പറ്റിയത്, പെട്ടെന്ന് പനി വരാൻ എന്ന് ചോദിച്ചപ്പം വേറെന്താ, സച്ചിയുടെ ഈ വിശ്രമമില്ലാത്ത ഈ അലച്ചിൽ തന്നെ അതല്ലേ കാരണം എന്ന് പറഞ്ഞ് ആരതി സച്ചി നൽകേണ്ട മറുപടിയൊക്കെ ആരതി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയോട് വളരെയധികം അടുത്തിടപഴകുന്ന ആരതിയുടെ പ്രവൃത്തികൾ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അർച്ചന നോക്കി. ഞാൻ എൻ്റെ സച്ചിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പരിചരിക്കേണ്ട സ്ഥാനത്താണ് മറ്റൊരു സ്ത്രീ ആ പരിചരണം നൽകുന്നത്. ഇത് എൻ്റെ സച്ചിയേട്ടനെ ഞാൻ പരിചരിക്കുന്നതിന് പകരം മറ്റൊരു സ്ത്രീ സച്ചിയേട്ടനെ പരിചരിക്കുന്ന കാഴ്ച എനിക്ക് കാണേണ്ടി വന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വേദനയോടെ അർച്ചന മനസ്സിൽ സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കമലമ്മ അരികിലേക്ക് എത്തി. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ, മോളെ ഞാൻ അവിടെയെല്ലാം നോക്കുമായിരുന്നു, മോള് വന്നേ, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് അർച്ചനയോട് കമലമ്മ പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ സച്ചി ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് നിസ്കാരത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞ് അർച്ചന വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അർച്ചന യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ആരതി സച്ചി വീണ്ടും ചുമക്കുന്നത് കണ്ടപ്പോൾ സച്ചിയുടെ നെഞ്ച് തടവി കൊടുത്തുകൊണ്ട് ആരതി ശുശ്രൂഷിക്കുന്ന കാഴ്ച വേദനയോടെ നോക്കിയിരിക്കുകയാണ് അർച്ചന. ഇത്രയും കൂടുതൽ അടുത്തിടപഴകുന്ന സച്ചിയേട്ടനെ മേൽ അത്രത്തോളം അധികാര അവകാശവും ഒക്കെ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ആരതി അത്ര ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞുകൂടുന്ന, അതും സച്ചിയുടെ അടുത്ത് ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്ന ആരതിയുടെ പ്രവൃത്തികൾ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ തകർത്തു കളഞ്ഞു. തന്റെ സച്ചിയേട്ടനെ എന്നേക്കുമായി തനിക്ക് നഷ്ടമാവുകയാണോ എന്നൊരു വേദന അർച്ചനയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും ആഴത്തിൽ വന്നു മൂടി. ഈ സമയത്ത് കമലമ്മ അർച്ചനയും വിളിച്ചുകൊണ്ട് നേരെ സിറ്റൗട്ടിലേക്ക് എത്തി. ഉടനെ അർച്ചനയോട് ചായ കുടിക്കാനായി കമലമ്മ നിർബന്ധിച്ചപ്പോൾ തനിക്ക് നിസ്കരിക്കാനുള്ള സമയമായെന്നും അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അർച്ചന യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. സിറ്റൗട്ടിലെത്തിയ അർച്ചനയോട് ആരതിയുടെ ആ കുടുംബത്തോടുള്ള താല്പര്യത്തെക്കുറിച്ച് അർച്ചനയോട് തന്നെ കമലമ്മ വാചാലയായി. ആരതി മോൾക്ക് ഈ കുടുംബത്തോട് വല്ലാത്ത സ്നേഹമാണ്. സത്യത്തിൽ ആരതി മോൾ കാരണമാണ് ഈ കേസ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും സച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ അർച്ചന സച്ചിക്ക് കൺഗ്രാജുലേഷൻ അറിയിച്ചിരുന്നു. അത് കേട്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു, സത്യത്തിൽ കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ടത് ഈ ആരതിക്കാണ്. ആരതി വക്കീലാണ് ഇതിനൊക്കെ കാരണക്കാരി. ഈ കേസ് ഞങ്ങൾ തോൽക്കേണ്ടതായിരുന്നു, പക്ഷേ ആരതി വക്കീൽ ഉണ്ടായിരുന്നത് കൊണ്ട് വക്കീലിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഈ കേസ് വിജയിക്കാൻ കഴിഞ്ഞതെന്നും അതിന് ഈ കേസിന്റെ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ആരതി വക്കീലിനാണ് എന്ന് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചന ഓർമ്മിച്ചു. ശരിയാണ്, ഈ കേസിൽ ആരതി വക്കീല് നേടിത്തന്ന വിജയമെന്ന് പറയുന്നത് അതത്ര നിസ്സാരമല്ല. പക്ഷേ ആരതി വക്കീല് ഈ കേസ് വിജയിപ്പിച്ചു തന്നുവെങ്കിലും തന്റെ ജീവിതം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും താൻ അനുവദിക്കില്ല എന്ന് അർച്ചന മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴാണ് കമലമ്മ പറഞ്ഞത്, മോളെ, ആരതി വക്കീലിന് സച്ചി എന്ന് പറഞ്ഞ ജീവനാ. അവന്റെ ഒരു വാക്ക് മതി, അവനൊന്ന് മൂളിയാ മതി, ആരതി മോളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഒരു സമ്മതം അവന്റെ നാവിൽ നിന്ന് കേട്ടാൽ മാത്രം മതി. ആ നിമിഷം അവരുടെ വിവാഹം ഞങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കമലമ്മ സന്തോഷത്തോടെ അർച്ചനയോട് പറയുമ്പോൾ തന്റെ ഭർത്താവിനെ അത് മറ്റൊരു സ്ത്രീയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായി അമ്മ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്, അതും തന്നോട് തന്നെ അക്കാര്യം ആലോചിക്കുന്നത് കേട്ട് മനസ്സ് തകർന്നുകൊണ്ട് ഞാനെന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കണ്ണുനീരൊപ്പി അർച്ചന ആ വീടിന്റെ പടിയിറങ്ങുന്നു. പിന്നീട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഗൗരിമോള് തന്റെ ബാഗിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് അർച്ചന അരികിലേക്ക് എത്തി. ബാഗിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ഗൗരിമോൾ ഇരിക്കുമ്പോൾ അതിലൊരു ബോക്സ് ഇരിക്കുന്നത് അർച്ചനയുടെ കണ്ണിൽപ്പെട്ടു. അർച്ചന വേഗം വന്ന് ആ ബോക്സ് എടുത്ത് തുറന്നു നോക്കി. അതിൽ ഒരു ഉടുപ്പിരിക്കുന്നത് കണ്ട് ഇത് ആരുടേതാണ് എന്ന് അർച്ചന അന്വേഷിച്ചു. ഇത് എന്റേതാണെന്ന് പറഞ്ഞപ്പോൾ ആരാ മോളെ നിനക്ക് തന്നത് എന്ന് ചോദിച്ചതും മറുപടി പറയാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഗൗരിമോള്. ഉടനെ തന്നെ അർച്ചന ഗൗരിമോളോട് പറഞ്ഞു, മോളെ, ഇതുപോലുള്ള സമ്മാനങ്ങളൊന്നും മറ്റാരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കരുതെന്ന് മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പരിചയമില്ലാത്ത ആരുടെയും കയ്യിൽ നിന്ന് സമ്മാനങ്ങളും ഒരു കാരണവശാലും വാങ്ങിക്കരുതെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട ഗൗരിമോള് പറഞ്ഞു, അമ്മേ, ഇത് എന്റേതാ, എനിക്ക് സച്ചിയങ്ങള് വാങ്ങിച്ചു തന്നതാ,
അത് കേട്ടതും അർച്ചന ഞെട്ടി. ആര് ആര് വാങ്ങിച്ചതെന്നാ മോള് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി അങ്കിൾ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഗൗരിമോൾ ആവർത്തിച്ചു. ആ പേര് കേട്ടപ്പോഴേക്കും അർച്ചനയുടെ കണ്ണിൽ വല്ലാത്തൊരു പ്രതീക്ഷയും വല്ലാത്തൊരു കുളിർമയും തോന്നി. ഉടനെ തന്നെ ഗൗരിമോള് സങ്കടത്തോടെ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ലമ്മേ എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അർച്ചന തൻ്റെ ശശിയേട്ടൻ വാങ്ങിച്ചു കൊടുത്ത തൻ്റെ മോൾക്ക് വാങ്ങിച്ചു കൊടുത്ത ആ സമ്മാനം കണ്ട് ആ ഉടുപ്പിലൂടെ വിരലുകൾ ഓടിച്ച് വളരെ സ്നേഹത്തോടെയും വളരെ പ്രതീക്ഷയോടെയും ആ ഉടുപ്പ് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സച്ചിയേട്ടന്റെ സാന്നിധ്യം അറിയുന്നത് പോലെ അർച്ചന ശശിയെക്കുറിച്ച് തന്നെ ഓർത്തിരിക്കുന്നു.